പുസ്തകത്തിലൊക്കെ അതാ അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സമിതി. അന്ത്യോക്യ എന്താ? അന്ത്യോക്യ എന്താണ്? ഒരു പട്ടണം. എവിടെയുള്ള പട്ടണം? തുർക്കി രാജ്യത്തെ ടർക്കിയിലുള്ളൊരു പട്ടണം. അപ്പം അന്ത്യോക്യ വിശ്വാസം, അന്ത്യോക്യ പട്ടണത്തിലാണ് അവരുടെ വിശ്വാസം. നിങ്ങൾക്ക് കോട്ടയം വിശ്വാസമുണ്ടോ? ദേവലോകം വിശ്വാസമുണ്ടോ? എന്തൊരു മ്ലേച്ഛമായ വിശ്വാസമായിരുന്നു. ഞങ്ങളാരും അങ്ങനെ നിന്നിട്ടില്ല. ഞാനും പാത്രീസ് കക്ഷിക്കാരായിരുന്നു. ഞങ്ങൾക്ക് അന്ന് അന്ത്യോക്യ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ യേശു ക്രിസ്തുവിലാണ് വിശ്വസിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഭരണഘടനയിലെ 1-ാമത്തെ ക്ലോസിൽ നമ്മുടെ പിതാക്കന്മാർക്കൊരബദ്ധവും പറ്റിയിട്ടില്ല. ആ ക്ലോസ് തിരുത്തേണ്ട ഒരു കാര്യവുമില്ല. പാത്രീസിന് മലങ്കര സഭയിൽ അതുകൊണ്ട് പ്രത്യേക സ്ഥാനമോ അധികാരമോ ഉപയോഗിക്കാൻ നിവൃത്തിയില്ല. നമ്മളെപ്പോലുള്ള ആളുകൾ സുപ്രീം ഹെഡ് ആണെന്ന് അറിയാതെ സമ്മതിച്ചു പോകുന്ന അബദ്ധമേ ഉള്ളൂ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് ഇന്ന് അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ചത് 29-ാമത്തെ പേജിൽ നിന്നാണ്. ഇവിടെ വായിക്കാൻ പോകുന്ന ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കണം. എന്നാണ് ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപിച്ചത്? ആരാണ് സ്ഥാപിച്ചത്? അബ്ദുൽ മിശിഹ പാത്രീസ് ബാവ. അബ്ദുള്ള പാത്രീസ് ബാവ വട്ടശ്ശേരി തിരുമേനിയെ മുടക്കി ബദൽ കൂറിലോസിനെ വാഴിച്ച് സഭ രണ്ടായി നിൽക്കുന്ന അവസരത്തിൽ അബ്ദുൽ മിശിഹ പാത്രീസ് ബാവ അവിടെ വരികയാണ്. ഒരു സമയത്ത് 2 പാത്രീസ്മാർ അവിടെ ഉണ്ടായതാണ് ഈ പ്രശ്നത്തിൻ്റെ ആരംഭം. നമ്മളല്ല ഈ ഭിന്നത ഉണ്ടാക്കിയത്. അവിടെ ഒരു സമയത്ത് ഒരാളെ നിഷ്കാസിതനാക്കി മറ്റൊരാൾ അധികാരത്തിൽ കയറി. 2 പേരും ഞാനാണ് പാത്രീസ് എന്ന് അവകാശപ്പെടാൻ തുടങ്ങി. 2 പേരും ഇവിടെ വന്നു. 2 പേരുടെയും പിൻഗാമികൾ ഇവിടെ വാഴിച്ചു. ശരിയല്ലേ ഞാൻ പറഞ്ഞു? നിങ്ങൾക്ക് ഇന്നലെ മനസ്സിലായല്ലോ. അവർ 2 പേരും 1915 3 മാസത്തെ കാലയളവിൽ മരിച്ചു. ഏത്? അബ്ദുൽ മിശിഹായും അടുത്ത പാത്രീസിനെ തിരഞ്ഞെടുത്തോടെ അവരവിടെ ഒന്നിച്ചു. കാരണം ഈ തർക്കം അവിടുത്തെ തീർന്നു. ഈ 2 പേരുടെയും വാല് ഇന്നും ഇവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുക. ഈ അടി ഏറ്റെടുക്കാൻ നമ്മളും തയ്യാറാണ്. സത്യത്തിൽ ഈ ഭിന്നത ഉണ്ടാക്കിയത് ഒരു സമയത്ത് 2 പാത്രീസ്മാരുണ്ടായപ്പോഴാണ്. ഇനി ഈ കണിയാമ്പറമ്പിൽ അച്ഛൻ നമ്മെ കളിയാക്കാൻ എഴുതിയിരിക്കുന്ന ഈ വേദഭാഗം വേദഭാഗമല്ല, ഈ പുസ്തകത്തിലെ ഭാഗം, അതും എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ ഒന്ന് വായിച്ച് എന്നെ സഹായിക്കണം. 1912 നിരണം പള്ളിയിൽ വെച്ച് കാതോലിക്കയെ വാഴിക്കുവാനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു. അതിൻ്റെ എല്ലാം സൂത്രധാരനായിരുന്നത് ഒരു PT ഗീവർഗീസ് എന്ന അച്ഛനാണ്. ആ PT ഗീവർഗീസ് അച്ഛനാണ് പിന്നീട് മൊർ ഇവാനിയോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായത്. ആ ഇവാനിയോസാണ് പിന്നീട് റീത്തിലേക്ക് മലങ്കര സഭാംഗങ്ങളെ മാറ്റി റീത്ത് റോമാ സഭയിലേക്ക് ചേർന്നത്. അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനം എഴുതിയത് ആ കാലത്തെ ഗിരിദീപം എന്ന ഒരു മാസികയിലാണ്. അപ്പം PT ഗീവർഗീസ് അച്ഛനാണ് കാതോലിക്ക വാഴ്ചയ്ക്ക് മുൻകൈയെടുത്തത്. എന്നാൽ കാതോലിക്ക വാഴ്ച കഴിഞ്ഞ് പിന്നെയും അതിനെ അംഗീകരിക്കാത്ത ബഹളം കണ്ട് അദ്ദേഹം നിരാശനായി ഈ സഭ വിട്ട് റോമാ സഭയിൽ ചേർന്നു. റോമാ സഭയിൽ ചേർന്നതിന് ശേഷം കാതോലിക്ക വാഴ്ചയെക്കുറിച്ച് ഗിരിദീപം എന്ന മാസികയിൽ ഈ ഇവാനിയോസ് തിരുമേനി എഴുതിയ ലേഖനത്തിൻ്റെ പ്രസക്ത ഭാഗം കണിയാമ്പറമ്പിലച്ഛൻ ഓർത്തഡോക്സുകാരായ നമ്മളെ കളിയാക്കാൻ ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളെ അച്ഛനെ കൂടി വായിച്ച് കേൾപ്പിക്കുന്നത്. ഈ വിവരങ്ങളെക്കുറിച്ച് അന്ന് ഇതിൻ്റെ എല്ലാം സൂത്രധാരനായിരുന്ന മാർ ഇവാനിയോസ് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് റോമൻ കത്തോലിക്ക സഭയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ എഴുതിയ ഗിരിദീപത്തിലെ ഒരു ഭാഗം ഇത്തരുണത്തിൽ പ്രസക്തമാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഗിരിദീപത്തിലെ ഒരു ഭാഗം അച്ഛനെടുത്ത് എഴുതുകയാണ്. ആലുവായിലെ വലിയ തിരുമേനി പാത്രീസ് കക്ഷിയുടെ മലങ്കര മെത്രാപ്പൊലീത്തയായ തിരുമേനി, ആ തിരുമേനിയെക്കുറിച്ചുള്ള പുസ്തകത്തിലാണ് ഇത് ചേർക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അദ്ദേഹം എഴുതുന്നു, കോട്ട്: നിശ്ചിത ദിവസം പ്രഭാതത്തോടു കൂടിയാണ് നാം നിരണത്ത് പള്ളിയിൽ ചെന്നത്. അതായത് ഈ PT ഗീവർഗീസ് അച്ഛൻ നിശ്ചിത ദിവസം പ്രഭാത സമയത്ത് നിരണം പള്ളിയിൽ ചെന്നു. അവിടെ അദ്ദേഹം മെത്രാപ്പൊലീത്ത ആയിട്ടില്ല. ഇപ്പൊ നാം എഴുതുന്നത് മെത്രാപ്പൊലീത്ത ആയതുകൊണ്ടാണ്. അവിടെ അപ്പോൾ പാത്രീസ് ബാവ അബ്ദുൽ മിശിഹ പാത്രീസും അദ്ദേഹത്തോട് ഒന്നിച്ചു വന്ന ശീമറമ്പാന്മാരും മെത്രാപ്പൊലീത്ത തിരുമേനിമാരും
ഔഗേൻ റമ്പാനും അനേകം പട്ടക്കാരും ജനങ്ങളും കൂടിയിരുന്നു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? കണിയാമ്പറമ്പലച്ചന് എടുത്തെഴുതിയപ്പോൾ ഒരു മണ്ടത്തരം പറ്റി. വല്ലതും ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചില്ല. അതാണ് ഈ വ്യത്യാസം. അദ്ദേഹം വന്നത് അബ്ദുൽ മിശിയ പാത്രികീസ് ബാവ ശീമയെന്ന് വന്നത് റമ്പാന്മാരും 2 റമ്പാന്മാരോട് കൂടിയാ. അബ്ദുള്ള പാത്രികീസ് വന്നത് 2 റമ്പാന്മാരോട്. അവർ 2 പേരും പിന്നെ മെത്രാന്മാരായി, ഇവരും 2 പേരും പിന്നെ മെത്രാന്മാരായി. അനേകം അപ്പം മുടക്കപ്പെട്ടവനായിരുന്നെങ്കിൽ റമ്പാന്മാർ കൂടെ വരുമോ? നിങ്ങൾ പറ. അബ്ദുൽ മിശിയ പാത്രികീസിനെ മുടക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ റമ്പാന്മാർ അദ്ദേഹത്തിന്റെ കൂടെ വരുമായിരുന്നോ? വരില്ല. അപ്പം മുടക്കില്ലായിരുന്നു എന്ന് ഒന്നുകൂടെ അറിയാതെ പറഞ്ഞുപോയി. അടുത്തത് കേട്ടോ, അതിനേക്കാൾ ഭയാനകം. ആദ്യമായി നാം മലങ്കര മെത്രാപ്പോലീത്ത മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ അടുക്കൽ ചെന്ന് കൈമുത്തി. ഈ PT ഗൗരിസച്ചൻ മട്ടശ്ശേരി തിരുമേനിയുടെ കൈമുത്തി. അപ്പോൾ തിരുമേനിയിൽ നിന്നും കേൾപ്പാനിടയായ വർത്തമാനം നമ്മെ വല്ലാതെ വിഷമിപ്പിക്കുകയും വേദനപ്പെടുത്തുകയും ചെയ്തു. തിരുമേനി പറയാണ് വലിയ വേദനാജനകമായ കാര്യം. എന്താണത്? കാതോലിക്ക സ്ഥാനം നൽകുന്നതിന് ബാവാ തിരുമനസ്സുകൊണ്ട് വൈമുഖ്യം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ബാവാ തിരുമനസ്സുകൊണ്ട് പറയുന്നു, ഞാൻ തരില്ല കാതോലിക്ക സ്ഥാനം. എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുക. കല്യാണം കഴിക്കാൻ പെണ്ണും ചെറുക്കനും പള്ളി ഒന്നും കെട്ടിക്കില്ല എന്ന് അച്ഛൻ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പള്ളിയിലേക്ക് ഇറങ്ങാൻ പോലും മനസ്സില്ലാതെ അദ്ദേഹം കതകും അടച്ച് മുറിയിൽ ഇരിക്കുകയാണ്. പള്ളിയിലേക്ക് ഇറങ്ങാൻ മനസ്സില്ലാതെ അദ്ദേഹം കതകടച്ച് മുറിക്കകത്തുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. മലങ്കര മെത്രാപ്പോലീത്ത തിരുമേനിയും മറ്റുള്ളവരും എത്ര തന്നെ അപേക്ഷിച്ചിട്ടും നിർബന്ധിച്ചിട്ടും ബാബാ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചത് തന്നെ കൽപ്പിച്ചുകൊണ്ടിരിപ്പാണെന്നും പറഞ്ഞു. എന്താണ് കൽപ്പിക്കുന്നത്? കാതോലിക്ക സ്ഥാനം തരില്ല, ഞാൻ വരില്ല, ഞാൻ അഴിക്കൂല. നോക്ക് സ്ഥിതി. നാം നേരെ ചെന്ന് ബാബാ തിരുമനസ്സിലെ മുറിയുടെ കതകിന് മുട്ടി. അദ്ദേഹം നേരെ ചെന്ന് ബാബാ തിരുമനസ്സിന്റെ മുറിയുടെ കതകിൽ മുട്ടി. തൽക്ഷണം അത് തുറക്കുകയായാലും തുറക്കൂലാത്ത കഥ കപ്പ തുറന്നു. അകത്ത് പ്രവേശിച്ച് നാം കതകടച്ചു. പിന്നീട് അവർ തമ്മിലുണ്ടായ സംഭാഷണത്തിൽ കാതോലിക്ക വാഴ്ച നടത്തിയാൽ കൂടെ വന്ന റമ്പാന്മാർ നമ്മെ കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തെറിയും എന്ന് ഇന്നലെ രാത്രി പറഞ്ഞിരിക്കുന്നുവെന്നും അവരിൽ നിന്ന് രക്ഷിക്കാൻ ഷീമ വരെ ഫാദർ PT ഗീവർഗീസും കൂടെ ചെല്ലണമെന്നും ബോംബെ വരെ അദ്ദേഹം ചെല്ലാമെന്നും അവിടെ വെച്ച് വേണ്ട ഇടപാടുകൾ ചെയ്യാമെന്നുമെല്ലാം സമ്മതിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? 2 റമ്പാന്മാർ പാത്രികീസിൻ്റെ കൂടെ വന്നു. എന്താ അവർ ചരക്കുകളെന്ന് മനസ്സിലായോ? ഇവിടെ കാതോലിക്കയെ വാഴിച്ചാൽ തിരിച്ചു പോകുമ്പോൾ കപ്പലിൽ നിന്ന് എടുത്ത് വെള്ളത്തിലിടും. പാത്രിയർക്കീസിനെ റമ്പാന്മാർ വെള്ളത്തിലിട്ട് കൊന്നുകളയെന്ന് പറഞ്ഞിരിക്കുകയാണ്. പാവം പേടിച്ച് പറയാൻ ഞാൻ വാഴിക്കൂല. ഇതാണ് ശീമക്കാരൻ. ഇത് കണിയാമ്പറമ്പലച്ചൻ ഓർത്തില്ല. നമ്മളിതിങ്ങനെ മനസ്സിലാക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യവും കൂടെ വ്യക്തമായി. കാതോലിക്കേറ്റ് തരാൻ അവർക്ക് സമ്മതമല്ല. ഈ സഭയുടെ സ്വാതന്ത്ര്യവും വളർച്ചയും തരാൻ അവര് ഒരുക്കമല്ല. എന്നും നമ്മൾ കീഴിൽ വെച്ചുകൊണ്ടിരിക്കണം. കൊടുത്തു പോകരുത്, കൊന്നുകളയും. വെള്ളത്തിലേക്കിട്ട് കൊന്നുകളയും. ഈ വയസ്സനെ, വൃദ്ധനായ പാത്രിയർക്കീസിനെ ഭയപ്പെടുത്തിയിരിക്കുകയാണെന്ന് അദ്ദേഹം തന്നെ PT ഗീവർഗീസിനോട് പറഞ്ഞു. അത് റീത്തിലേക്ക് പോയ തിരുമേനി ഗിരിദീപം എന്ന മാസികയിൽ അന്ന് എഴുതിയത് കണിയാമ്പറമ്പലച്ചന് നമുക്ക് എടുത്ത് തന്നിരിക്കുന്നു. എന്തിനാ വിശ്വസിക്കുന്നത്? അടുത്ത് വായിക്കാം. ഇനി ബോംബെ വരെ അദ്ദേഹം ചെല്ലാമെന്നും അവിടെ വെച്ച് വേണ്ട ഇടപാടുകൾ ചെയ്യാമെന്നുമെല്ലാം സമ്മതിച്ചു. ഞാൻ ബോംബെ വരെ ചെന്നോളാം, കുഴപ്പമൊന്നുമില്ല, കാതോലിക്കയെ വാഴിച്ചോളാം PT ഗീവർഗീസ് പറഞ്ഞു. തീർന്നില്ല. പിന്നെയും അദ്ദേഹം പറഞ്ഞു പോലും വേറൊരു സംഗതിയിൽ നമുക്ക് റമ്പാന്മാരെ പറ്റി ഭയമുണ്ട്. മറ്റൊരു കാര്യത്തിൽ എനിക്ക് റമ്പാന്മാരെ ഭയമുണ്ട്. പാത്രികീസ് പറയാണ്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നമ്മുടെ കൈവശം പണമായി വല്ലതും ഉണ്ടെങ്കിൽ അത് തട്ടിയെടുക്കാനായിട്ടും അവർ വല്ലതും ചെയ്തേക്കാവുന്നതല്ലേ? എന്റെ കയ്യിലുള്ള പണം തട്ടിയെടുക്കാൻ അവരെന്തെങ്കിലും ചെയ്തേക്കാമല്ലോ. പാർട്ടിക്ക് വേറൊരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായോ? എന്താണത്? എന്താണ് അവരുടെ ആഗ്രഹം? കൊന്നിട്ടായാലും ദ്രവ്യാഗ്രഹം. അതല്ലേ ഇന്ന് നടക്കുന്നത്? പൗരോഹിത്യം ദ്രവ്യത്തിന് വിൽക്കുന്നത് കൊണ്ട് നടക്കുന്നത് അതല്ലേ? വൃദ്ധനായ എന്നെക്കൊണ്ട് എന്താവും? വൃദ്ധനായ നമ്മെ കൊണ്ട് എന്ത് കഴിയും? അതിന് ഫാദറിൻ്റെ മറുപടി എല്ലാം മനസ്സിലായി. തിരുമനസ്സുകൊണ്ട് ഈ വകയിൽ ഒന്നും ഭയപ്പെട്ടിട്ട് ആവശ്യമില്ല. എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ഉണർത്തിക്കുന്നു. തിരുമനസ്സ് പേടിക്കണ്ട, ഞാൻ ഏറ്റു കാര്യം, അവർ കൊല്ലാതെ ഞാൻ നോക്കിക്കോളാം എന്നെല്ലാം പറഞ്ഞ് ധൈര്യപ്പെടുത്തി പള്ളിയിലേക്ക് കൊണ്ടുപോയിരുന്നു അത്രേ.
മടക്കയാത്രയെക്കുറിച്ചും ആ വിവരണത്തിൽ പറയുന്നത് അതോടെ കേൾക്കണം. കോട്ട് തിരുമനസിലെ കൈവശത്തിൽ പലരിൽ നിന്നുമായി ലഭിച്ച ഗണ്യമായ ഒരു തുകയുണ്ടെന്ന് നമുക്കറിയാമായിരുന്നു. റമ്പാന്മാർക്കും അവർ ആശിച്ചിരുന്നതിൽ കൂടുതലായ ഒരു സംഖ്യ ലഭിച്ചിരുന്നു. അതാണല്ലോ അവിടെ നീ വെളുത്ത തൊലി കാണുമ്പോഴേ, ബോംബെയിൽ നമുക്ക് അവരെ കാണുമ്പോഴേ മുട്ടടിക്കാൻ തുടങ്ങും. ഞങ്ങളുടെ നാട്ടിൽ വിലിമിച്ച് പറഞ്ഞ അച്ഛൻ കേട്ടോ ഇല്ല, അയ്യോ എന്തോ ഒരു പ്രകാശ ആ ബാബായുടെ മുഖത്തേക്ക് നോക്കിയാൽ എന്ത് പ്രകാശം. നമ്മളൊക്കെ ഇടയനാഴ്ചൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നല്ല പ്രകാശമല്ലേ, ബാബായുടെ മുഖത്തേക്ക് നോക്കിയാൽ എന്താ പ്രകാശം, എന്താ കാരണമെന്ന് വല്യമ്മ പറഞ്ഞു. അത് അച്ഛൻ കേട്ടിട്ടുണ്ടോ? അവരെ പർദീസായിലെ പഴം തിന്ന് കിടക്കുന്നവരാ. ഒരപ്പച്ചനും അമ്മച്ചും കൂടെ ഒരു പഴം പണ്ട് തിന്നതിൻ്റെയാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. അപ്പം എപ്പോഴും ഇത് തിന്നുന്നതെന്ന് പറയുന്നത് എന്തോരം നമ്മൾ അനുഭവിക്കണം. കോട്ടെ. എന്നിട്ട് റമ്പാന്മാർക്കും അവർ ആശിച്ചിരുന്നതിൽ കൂടുതലായ ഒരു സംഖ്യ ലഭിച്ചിരുന്നു. ബോംബെയിൽ നിന്ന് അങ്ങോട്ടുള്ള യാത്ര ചെലവ് ബാവയും റമ്പാന്മാരും അവരവരുടെ കയ്യിൽ നിന്ന് തന്നെ ചെലവിടണമെന്ന് അവർ തമ്മിൽ തീരുമാനം ചെയ്തു. അപ്പന എടുത്തോളണം കാശ്. പിന്നെ ഇങ്ങനെ വെവ്വേറെ കപ്പലുകളിലായി. ഒറ്റ കപ്പലിൽ വിട്ടില്ല. കാരണം പാത്രീസിനെ പോണ വഴിക്ക് മറ്റവര് തട്ടിക്കളയൊന്നുണ്ട്. പാത്രീസിനെ ഒരു കപ്പലിലും റമ്പാന്മാരെ വേറെ കപ്പലിലും. എങ്ങനെയുണ്ട് ഇവരുടെ പുറകെയാണ് നമ്മൾ ഈ നടക്കേണ്ടത്. വെവ്വേറെ കപ്പലുകളിലായി. ഇതേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ മറ്റേ കൂട്ടുകാർ അവരുടെ കയ്യിൽ ഈ പുസ്തകമുണ്ട്, ഇതൊന്ന് വായിച്ച് കേൾപ്പിച്ചാൽ മതി. ഇവരുടെ പുറകെയാണ് നമ്മളിപ്പോൾ ഈ നൽവരത്തിനു വേണ്ടി, അതായത് ആ സിംഹാസനത്തിൽ നിന്ന് കൃപയൊഴുകണമെന്ന്. അന്ത്യോക്യ പാത്രീസിൻ്റെ സിംഹാസനത്തിൽ നിന്നാണ് കൃപയൊഴുകുന്നത്. എന്തൊരു കൃപയാന്ന് മനസ്സിലായില്ലേ? വെവ്വേറെ കപ്പലുകളിലായി ബാബായും റമ്പാന്മാരെയും നാം കപ്പൽ കയറ്റി അയച്ചു. പ്രധാന പ്രവർത്തകന്റെ ഈ വിവരണത്തെ അവിശ്വസിക്കാൻ ന്യായം കാണുന്നില്ല. എൻ്റെ പൊന്ന് കണിയാമ്പറമ്പിൽ അച്ഛ, ഞങ്ങളിത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അംഗീകരിക്കാൻ പാടില്ല. കണിയാമ്പറമ്പിൽ അച്ഛൻ്റെ പേര് അച്ഛനെ അറിയാവുന്നവരാണ് നിങ്ങൾ. അദ്ദേഹത്തിൻ്റെ പേര് ഫുൾ പേരെന്ന് പറയാമോ? കണിയാമ്പറമ്പിൽ. അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുള്ള, ഞാൻ ആദരിക്കുന്നൊരച്ഛനാണ്. ഞാൻ പാത്രീർക്കീസ് കക്ഷിയിലായിരുന്നപ്പോൾ ഷീമയിൽ നിന്ന് വന്ന മോശ സലാമ എന്ന് പേരുള്ള ഒരു റമ്പാച്ചൻ, പിന്നെ അദ്ദേഹം എത്രാനായി, അദ്ദേഹം നാട്ടിൽ വന്ന് താമസിച്ച് മലയാളം പഠിച്ച് മലയാളത്തിൽ പുസ്തകം എഴുതിയ ആളാണ്. ജീവജലം എന്ന പുസ്തകം അദ്ദേഹം എഴുതി. ഷീമക്കാരൻ റമ്പാച്ചൻ കേരളത്തിൽ വന്ന് താമസിച്ച് മലയാളം പഠിച്ച് പുസ്തകം എഴുതി. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ചെമ്മാച്ചനായിരിക്കുമ്പോൾ കരിങ്ങാച്ചറ പള്ളിയിൽ ഒരു പെരുന്നാളിന് പോയി. ചില വാക്കുകളൊക്കെ അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്, മലയാളം അറിയാൻ മേലാത്തതുകൊണ്ട്. അത് ചിലതൊന്നും ഞാൻ പള്ളിയിൽ പറയുന്നില്ല, മലയാളം അറിയാൻ പാടില്ലാത്തതുകൊണ്ട്. അച്ഛൻ കേട്ടുകണ്ടേ? അച്ഛൻ അറിയാലോ, നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ഒരു സഹോദരി ഒരച്ഛൻ്റെ കൊച്ചമ്മയായി. അച്ഛൻ്റെ വീട്ടിൽ തിരുമേനിമാരും അച്ഛന്മാരും ഒക്കെ ചെന്നു. കൊച്ചമ്മ ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ അവർക്ക് കൊടുത്തു. നോർത്ത് ഇന്ത്യയിൽ ജനിച്ച മലയാളി കൊച്ചമ്മ മലയാളം വളരെ കഷ്ടിച്ച് പറയും. ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കൊച്ചമ്മ അവരോട് പറഞ്ഞു, നാണമില്ലാതെ തിന്നോ. അച്ഛൻ കേട്ടിട്ടുണ്ടാവും. കൊച്ചമ്മ നല്ല ഉദ്ദേശത്തിലാണ് പറഞ്ഞത്, നാണമില്ലാതെ നിന്നോളാൻ. വാക്കുകളുടെ അങ്ങനത്തെ ചില പ്രയോഗങ്ങളൊക്കെ മോശ സലാമ റമ്പാച്ചനും പ്രയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ പള്ളിയിൽ നിന്ന് പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ കണിയാമ്പറമ്പിലച്ഛൻ്റെ പേര് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം കരിങ്ങാച്ചറ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ പേര് പറഞ്ഞു, നമ്മുടെ കുരിയാമ്പറമ്പിൽ കണിയാൻകോർ എപ്പിസ്കോപ്പ. എങ്ങനെ? കുരിയാമ്പറമ്പിൽ കണിയാൻകോർ എപ്പിസ്കോപ്പ. തിരിഞ്ഞുപോയി. ഞാൻ ഓർക്ക് ആ ശീമക്കാരൻ റമ്പാച്ചൻ അന്ന് പറഞ്ഞത് എത്ര ശരിയാ, തല തിരിഞ്ഞു പോയില്ലേ ആകപ്പാടെ. ഓർക്കുമ്പോൾ അത് ശരിയായിപ്പോയെന്ന് എനിക്ക് തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭരണഘടന കോടതിയിൽ അംഗീകരിക്കുന്നതായി ഈ ശ്രേഷ്ഠബാബായും അദ്ദേഹത്തിൻ്റെ കീഴ്സ്ഥാനികൾ എഴുതി കൊടുത്തു. ഇത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളാണ് ഭൂരിപക്ഷം. പക്ഷേ ഈ ഭരണഘടന പ്രകാരം ഞങ്ങളാണ് ഭൂരിപക്ഷം എന്നുള്ളത് തെളിയിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ പള്ളിയിൽ 10,000-50,000 വീട്ടുകാരാണുള്ളത്.
ഒരു പള്ളിയിൽ നിന്ന് ഒരച്ഛനും 2 അയ്മേനിയും അസോസിയേഷൻ യോഗത്തിൽ ചെല്ലണം. 5000 പേരുള്ള പള്ളിയിൽ നിന്ന് ഒരച്ഛനും 2 അയ്മേനിയും, 50 വീടുള്ള പള്ളിയിൽ നിന്നും ഒരച്ഛനും 2 അയ്മേനിയും. ഓർത്തഡോക്സുകാർക്ക് ഒത്തിരി പള്ളിയുണ്ട്, ആളില്ല. അതുകൊണ്ട് ഈ പള്ളിയിൽ നിന്ന് അവർക്ക് കൂടുതൽ പ്രതിനിധികളെ അയക്കാൻ ഒക്കും. ഭൂരിപക്ഷം എപ്പോഴും അവർക്കായിരിക്കും. അവർ തിരഞ്ഞെടുക്കുന്ന ആൾ മലങ്കര സഭയുടെ കാതോലിക്കയാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂരിപക്ഷം പ്രദർശിപ്പിക്കാനാകുന്നില്ല. അതുകൊണ്ട് എന്തു വേണം? ജനങ്ങളുടെ എണ്ണമനുസരിച്ച് ആളുകളെ അയക്കണം. സുപ്രീം കോടതിയുടെ മുമ്പിൽ നമ്മൾ സമ്മതിച്ചു. 1 മുതൽ 100 വരെ ഒരാൾ, 100 തൊട്ട് 200 വരെ 2 ആൾ, 200 തൊട്ട് 300 വരെ 3 ആൾ, അങ്ങനെ കോടതി 10,000 വരെ ഉള്ള ആളുകളെ അയക്കാൻ തീരുമാനമുണ്ടാക്കി. അപ്പം പറഞ്ഞു, ഇദ്ദേഹം അസോസിയേഷൻ നടത്തിയാൽ ശരിയാവില്ല, ഒരു നിരീക്ഷകനെ വെക്കണം. ജസ്റ്റിസ് റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മളിമട്ടിനെ നിരീക്ഷകനായിട്ട് വെച്ചു. അദ്ദേഹത്തിൻ്റെ ചെലവിലേക്ക് 2 കക്ഷിയും ഓരോ $1,00,000 കോടതിയിൽ കെട്ടിവെച്ചു. അദ്ദേഹം പത്രത്തിൽ പരസ്യം ചെയ്ത് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തി പരാതികൾ കേട്ട് ലിസ്റ്റ് ഫൈനൽ ചെയ്തു. പരിമല പള്ളിയിൽ അസോസിയേഷൻ യോഗം കൂടാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നിരീക്ഷകനായി യോഗം കൂടാൻ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. പാത്രീർക്കീസ് കക്ഷിക്കാർ വന്നില്ല. അവരന്നേ ദിവസം അതേ സമയത്ത് പുത്തൻകുരിശിൽ മറ്റൊരു യോഗം ചേർന്നു. വേറൊരു ഭരണഘടന അംഗീകരിച്ചു. ഇപ്പം പറയുന്നത്, ഞാനിവിടുത്തെ അച്ഛനെ കണ്ടു, നല്ല അച്ഛനാണ്, എൻ്റെ അയൽവക്കത്തുകാരനാണ്, അദ്ദേഹത്തോട് എനിക്ക് ആദരവുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാച്ച, പങ്കിട്ട് 2 പേർക്കും കുറേശ്ശെ കൊടുക്കും, കുഴപ്പമില്ലോ. നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലേക്ക് ഞാൻ വന്ന് കയറിപ്പോയില്ല, നമുക്ക് അങ്ങ് പങ്കിടാം. അവർക്ക് എന്നാ ഇഷ്ടം. നമ്മുടെ ചില ആളുകളും പറയും, വലുതൊക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ കൊടുത്ത്. എന്നോട് പറയുന്ന ആ തൃക്കുന്നത്ത് സെമിനാരി എന്തൊരു ഒരാളോട് ചോദിച്ചു, അവിടെ എന്തൊരു സ്ഥലമുണ്ടെന്നൊക്കെ. ഞാൻ പറഞ്ഞു 6.5 ഏക്കർ സ്ഥലമുണ്ട്, വല്ല 1-2 ഏക്കർ അവർക്ക് കൊടുത്ത് പ്രശ്നം തീർക്കാൻ. എന്തൊരു കഷ്ടമാണ് പ്രിയപ്പെട്ടവരേത്. മലങ്കര സഭയുടെ സ്വത്തുക്കളോ പള്ളികളോ വിട്ടുകൊടുക്കാൻ ആർക്ക് അവകാശം? ഈ ജനങ്ങൾ കണ്ണുനീരോട് വഴിപാടിട്ടുണ്ടാക്കിയ ആ പണത്തിൽ നിന്ന് പള്ളിയും സ്വത്തുക്കൾ മലങ്കര സഭ സമ്പാദിച്ചിട്ട് വിട്ടുകൊടുക്കണമെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് മർത്തോമാക്കാർക്കാണ്. അവർക്കൊന്നും നമ്മൾ കൊടുത്തില്ലല്ലോ. റീത്തുകാർ പോയപ്പോൾ പള്ളികളും സ്വത്തുക്കളും അവർക്ക് കൊടുത്തില്ലല്ലോ. തൊഴിയൂരുകാർ പോയപ്പോൾ കൊടുത്തില്ലല്ലോ. CSI കാരും CNI കാരും പോയപ്പോൾ കൊടുത്തില്ലല്ലോ. പോകുന്നവർക്കൊക്കെ കൊടുത്തു വിട്ടാൽ പിന്നെ അവസാനം വരുമ്പോൾ എന്തുണ്ടാവുള്ളൂ? അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം നമ്മുടെ മനസ്സിൽ ഒരിക്കലും പാടില്ല. തെക്കൻ പ്രദേശത്ത് ഉള്ള ആളുകളാണ് ഈ അഭിപ്രായം കൂടുതൽ പറയുന്നത് എന്ന് വേദനയോടെ അറിയിക്കട്ടെ. പക്ഷെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. പരിമലപ്പള്ളിയുടെ അടുത്ത് ഒരു 20 സെൻറ്റ് സ്ഥലം പാത്രീർക്കീസുകാർ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങി. അറിയാലോ, നമ്മുടെ സ്ഥലമല്ല, അവർ കാശ് കൊടുത്ത് വാങ്ങിച്ച സ്ഥലം. അവിടെ ഒരു പാരലൽ പള്ളി വയ്ക്കാൻ ശ്രമിച്ചു. നിങ്ങൾ സമ്മതിച്ചോ? ഇല്ല. സമ്മതിക്കുമോ? ഇല്ല. ഇപ്പം എന്തു ചെയ്തു? ആ 20 സെൻറ്റിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ നമ്മൾ മേടിച്ചു. 8 കോടി രൂപ കൊടുത്ത് അത് മുഴുവനും മേടിച്ചു. അങ്ങനെ അവൻ സ്വന്തമായി വാങ്ങിച്ച 20 സെൻറ്റ് സ്ഥലത്ത് പള്ളി പണിയാൻ പറ്റൂലെന്ന് പറയുന്നവനാണ് ഇടയനാലച്ചോട് പറയുന്നത് കുറച്ച് അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നത്. ആ വർത്തമാനം ഒരിക്കലും പറയരുത്. പുറകുന്ന് കുത്തുന്നതിന് തുല്യമാണത്. നാം എടുക്കേണ്ട തീരുമാനം, മലങ്കര സഭയിലെ പള്ളിയോ ഒരു തരി മണ്ണോ എൻ്റെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറില്ല എന്നാണ് അഭിമാനമുള്ള സഭയെ സ്നേഹിക്കുന്ന ഒരു സഭയുടെ മകൻ തീരുമാനിക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് പങ്കിട്ട് കൊടുത്ത് തീർക്കേണ്ടതല്ല. അവർക്കാണ് അവകാശമെങ്കിൽ ഭൂരിപക്ഷം അവർക്കായിരുന്നെങ്കിൽ മുഴുവനും കൊണ്ടാകാമായിരുന്നല്ലോ. അവർക്ക് വേണ്ട. 800 പള്ളിയിൽ നിന്ന് പ്രതിനിധികൾ വന്ന് അവരെഴുതണത്. 800 പള്ളിയിൽ നിന്ന് പ്രതിനിധികൾ വന്നിരുന്നെങ്കിൽ നേരെ അങ്ങനെ അസോസിയേഷൻ യോഗത്തിൽ വന്നാൽ പോരായിരുന്നോ? ദേവാലയം തൊട്ടങ്ങോട്ട് കൈ കിട്ടൂലായിരുന്നോ? എന്തേ വേണ്ടെന്ന് വെച്ചത്? നിങ്ങളറിയണം, എറണാകുളം ജില്ലയിലെ പാത്രീസുകാർക്ക് ശക്തിയുള്ളൂ. കേവലം 20% ആകെയുള്ള പോപ്പുലേഷൻ്റെ
20%. പോപ്പുലേഷൻ കുറവാണെന്നുള്ളതുകൊണ്ട് ഞാൻ അവരെ ആദരിക്കാതിരിക്കുന്നില്ല, കൂടുതലുള്ളവർ ബഹുമാനിക്കുന്നുമില്ല. സത്യവും നീതിയും ധർമ്മവും നടക്കണം. വേറെ ചില ആളുകൾക്കൊരു സംശയമുണ്ട്, നമ്മളിങ്ങനെ കേസിനൊക്കെ പോകുന്നത് ശരിയാണോ? ഈ വിചാരമുള്ള നമ്മുടെ ആളുകളുണ്ട്. നിങ്ങളുടെ കാറ് പുറത്ത് കിടപ്പില്ലേ പലരുടെയും. ഒരു കള്ളം വന്ന് കള്ളത്താക്കോലിട്ട് ആ കാറ് തുറക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ അറിഞ്ഞാൽ അവന് കാറില്ലാത്ത പാവം കൊണ്ടോക്കോട്ടെ എന്ന് വിചാരിക്കുമോ? ഇല്ലല്ലോ. അത് തിരിച്ചെടുക്കാനും പരാതി കൊടുക്കാനും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനല്ലേ ശ്രമിക്കുക. രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമത്തിന് എല്ലാവരും വിധേയരാണ്. നമുക്ക് നമ്മുടെ പള്ളികളും സ്വത്തുക്കളും അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്ന ആളുകളെ കൈയേറ്റം ചെയ്യുവാൻ അവകാശമില്ല. മസിൽ കാണിച്ച് പിടിച്ചെടുക്കുവാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് പരാതിപ്പെടാൻ സ്ഥലമുണ്ട്, കോടതികൾ. കോടതിയുടെ വിധി അവരും നമ്മളും എല്ലാവരും ഒരുപോലെ മാനിക്കേണ്ടതാണ്. കോടതിയിൽ കേസ് നടത്തുന്നതിന് ചെലവ് വരും. പല ആളുകൾക്കൊരു സംശയമുണ്ട്, കാതോലിക്ക ദിനപ്പിരിവ് കൊടുക്കുന്ന പൈസയൊക്കെ കോടതിയിൽ ചിലവാകുകയാണ്. ഒരൊറ്റ പൈസ അതിൽ നിന്ന് കേസിന് ചിലവാക്കുന്നില്ല. അതിൻ്റെ കണക്കൂടെ വരാറുണ്ടാവുമെന്നാണ് എൻ്റെ വിചാരം. ഞാൻ വർക്കിംഗ് കമ്മിറ്റിയിലും മാനേജിംഗ് കമ്മിറ്റിയിലും പങ്കെടുക്കുന്ന ആളാണ്. അതിന് വേറെ സംവിധാനമാണ്. ഒരു സഭയ്ക്ക് പല വിധത്തിലുള്ള പ്രോജക്ട്സ് ഉണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇടവക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിനിടയ്ക്ക് ലീഗൽ മാറ്റേഴ്സ്. ആ ലീഗൽ മാറ്റേഴ്സും സഭ നോക്കേണ്ടതാണ്. അതിനൊരു സംവിധാനം ഉണ്ടാകേണ്ടതാണ്. അതിനൊരു ഫണ്ട് മാറ്റിവെക്കേണ്ടതാണ്. അതുകൊണ്ട് ലീഗലായിട്ട് ഒരിക്കലും പോകില്ല എന്ന് പറയുന്നതൊന്നും ആർക്കും ഭൂഷണമല്ല. പെന്തക്കോസ്ത് സഭയിലില്ലേ ലീഗൽ മാറ്റേഴ്സ്? അവർ നടത്തുന്ന ഒരു ഹാളിനകത്തേക്ക് വേറെ വല്ലവരും പ്രാർത്ഥനയ്ക്ക് കയറി ചെന്നാൽ അവർ സമ്മതിക്കുമോ? അവരും കോടതിയെ തന്നെ സമീപിക്കില്ലേ? പോലീസിനെ സമീപിക്കില്ലേ? ഇത്ര മര്യാദക്കാരാണ്, പിന്നെ കോടതിയും പോലീസും വേണ്ടല്ലോ. മര്യാദക്കാർക്കുള്ളതാണ് കോടതി, മര്യാദക്കാർക്കുള്ളതാണ് പോലീസ്, അന്യായക്കാർക്കുള്ളതല്ല. അതുകൊണ്ട് നീതിന്യായ കോടതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ ന്യായമായ മാർഗം നാം സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിൽ മലങ്കര സഭാ മക്കൾ ഒട്ടും പിന്നോക്കം പോകാൻ പാടില്ല. ശ്രേഷ്ഠബാബ എപ്പോഴും പറയും, ആലുവ തൃക്കുന്നത്ത് സെമിനാരിയുടെ രേഖ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ രേഖയുണ്ട്. കോട്ടയത്ത് നടന്ന മഹാസമ്മേളനത്തിൽ ഞാൻ അതിനൊരു മറുപടി പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പിന്നെ ഇന്ന് വരെ അദ്ദേഹം രേഖയുടെ കാര്യം മിണ്ടിയിട്ടില്ല. എൻ്റെ കയ്യിൽ രേഖയുണ്ട്. നിങ്ങൾ നോക്കി, ആരുടെ കയ്യിലാണ് രേഖയില്ലാത്ത? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ അന്നത്തെ മീറ്റിങ്ങിൽ വെച്ച്, അങ്ങൊരു കാര്യം ചെയ്യണം, ഞാൻ എൻ്റെ കൂട്ടുകാരനല്ലേ, ഈ കയ്യിലെ രേഖ കൊണ്ടുപോയി കൈനോട്ടക്കാരനെ കാണിക്കണം. അങ്ങേക്ക് വരാൻ പോകുന്ന ഭീകരമായ അന്ത്യം എന്താണെന്ന് അവർ പറയും. ഇതുകൊണ്ട് തൃക്കുന്നത്ത് സെമിനാരിലേക്ക് വരണ്ട. കോടതി കൊടുക്കേണ്ട രേഖ കോടതി കൊടുക്കണം, കേസ് വാദിക്കേണ്ടടുത്ത് കേസ് വാദിക്കണം. അങ്ങനെയാണ് കാര്യം സാധിക്കേണ്ടത്. ഇപ്പോൾ അതിന് പകരം മസിൽ കാണിച്ച് കയ്യും കാലും വെട്ടി ആളുകളെ കല്ലെറിഞ്ഞ് ഉപദ്രവിച്ച് ഇതാ ആ റമ്പാന്മാർ പറഞ്ഞ ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് മലങ്കര സഭയിൽ അന്തഛിദ്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പാത്രിയർക്കീസ് വിഭാഗത്തെ നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുന്നു. സഭയിലും വിദേശത്തും എല്ലാ ആളുകളും ഏറ്റവും അവസാനമായി എടുക്കുന്ന തീരുമാനം, ഞാൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ യോഗങ്ങളിലും മലങ്കര സഭയുടെ ഒരു പള്ളിയോ ഒരു തരി മണ്ണോ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. കോടതി വിധിക്കുന്നെങ്കിൽ ഞങ്ങൾ കൊടുത്തേക്കാം. കോടതിയുടെ തീരുമാനം അതാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം. കോടതി വിധിച്ചാലും മാനിക്കില്ല എന്ന് പറയുന്നവരെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. രാജ്യത്തിലെ നിയമം നമുക്കെല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്.